തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. മൂന്നാമത് ഏഷ്യൻ അറബിക് ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ദാറുൽ ഹുദ ജേതാക്കൾ. ഇന്തോനേഷ്യൻ ചെണ്ടേക്ക മുസ്ലിം യൂണിവേഴ്സിറ്റിയെ മറികടന്നാണ് ഈ ചരിത്ര വിജയം. ഖത്തർ ഡിബേറ്റിന് കീഴിൽ ഒമാനിൽ നടന്ന മൂന്നാമത് ഏഷ്യൻ അറബിക് ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല ടീം ജേതാക്കളായി. ഇന്തോനേഷ്യയിലെ ചെണ്ടേക്ക മുസ്ലിം യൂണിവേഴ്സിറ്റിയെ മറികടന്നാണ് ചരിത്ര നേട്ടം. പാകിസ്ഥാനിലെ പിനോരിയ യൂണിവേഴ്സിറ്റിയായിരുന്നു സെമി ഫൈനലിൽ എതിരാളികൾ. ലബനാൽ ആർട്സ് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റി, ഖത്തറിലെ ലുസൈൽ യൂണിവേഴ്സിറ്റി, തായ്ലാന്റ്, ഒമാൻ, മലേഷ്യ തുടങ്ങിയ ടീമുകളെ മറികടന്നായിരുന്നു നൺ അറബ് കാറ്റഗറിയിൽ സെമി ഫൈനലിൽ പ്രവേശിച്ചത്. ടീമംഗങ്ങളായ ഫഹ്മീദ് ഖാനും മുഹമ്മദ് ഷക്കീബും ബെസ്റ്റ് ഡിബേറ്റേഴ്സായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 18 രാജ്യങ്ങളിൽ നിന്നും 40ഓളം ടീമുകൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ദാറുൽ ഹുദയുടെ 2 ടീമുകളാണ് പങ്കെടുത്തത്. ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികളായ അഞ്ചച്ചുവിടി സ്വദേശി ഫഹ്മീദ് ഖാൻ, ചേലേമ്പ്ര സ്വദേശി മുഹമ്മദ് ഷക്കീബ്, വെള്ളില സ്വദേശി അബ്ദുൽ മുഹൈമിൻ, കണ്ണാടിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് എന്നിവരാണ് ദാറുൽ ഹുദയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. ദാറുൽ ഹുദയെ തന്നെ സഹസ്ഥാപനമായ സബീലുൽ ഹിദായ അറബിക് കോളേജിനെ പ്രതിനിധീകരിച്ച് ഡിഗ്രി വിദ്യാർത്ഥികളായ റിഫായത്ത്, മുദസിർ സിനാൻ, തൻസീഹ്, ലബീബ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.